തൃശൂർ പൂര വിവാദത്തിൽ IG സേതുരാമനും DIG അജിത ബീഗത്തിനും ADGPയുടെ ക്ലീൻ ചിറ്റ്. പൂരനഗരിയിൽ പോലീസിന് സംഭവിച്ച വീഴ്ചയുടെ ഉത്തരവാദിത്തം പോലീസ് കമ്മീഷണർക്ക് മാത്രമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം റിപ്പോർട്ട് അംഗീകരിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. പൂരം കലക്കിയ ADGPക്ക് തന്നെ അന്വേഷണ ചുമതല നൽകിയെന്നും പ്രതിപക്ഷം വിമർശിക്കുന്നു. റോഷിപാൽ നൽകും വിവരങ്ങൾ. റോഷിപാൽ, റിപ്പോർട്ടിൽ പൂർണ്ണമായും കമ്മീഷണറെ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ നടപടികൾക്കൊന്നും ശുപാർശയില്ല എന്നതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. മറ്റെന്തൊക്കെ വിശദാംശങ്ങളാണ് ആ റിപ്പോർട്ടിനെ കുറിച്ച് വരുന്നത്? ഒപ്പം പ്രതിപക്ഷം ഈ പ്രക്ഷോഭം കടുപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലാണല്ലോ, അല്ലേ? വിനിത, തൃശൂർ പൂരം കലക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട ADGP സമർപ്പിച്ച റിപ്പോർട്ടിൽ IG-ക്കും DIG-ക്കും ക്ലീൻ ചിറ്റാണുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട പൂർണ്ണ ഉത്തരവാദിത്തം അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിനാണെന്ന റിപ്പോർട്ടിൽ പറയുന്നു. അങ്കിത് അശോകിൻ്റെ പരിചയക്കുറവാണ് ഈ പൂരം കലങ്ങാനുള്ള അല്ലെങ്കിൽ അലങ്കോലപ്പെടാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നു. പക്ഷേ അന്ന് അവിടെ ഉണ്ടായിരുന്ന മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ IG സേതുരാമൻ, ഒപ്പം DIG അജിത ബീഗം, ഇവരുടെ പങ്കാളിത്തം അല്ലെങ്കിൽ അവർ എന്ത് ചെയ്തു ഈ സംഭവത്തിൽ, അവരുടെ റോൾ എന്താണ് എന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള പരാമർശവും റിപ്പോർട്ടിലില്ല. ഏതായാലും എല്ലാ കുറ്റവും സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകിൻ്റെ ചുമലിൽ ചാരി മറ്റുള്ളവരെ വെളുപ്പിക്കാനുള്ള ശ്രമം റിപ്പോർട്ടിലുണ്ടെന്ന ആക്ഷേപം ഇതിനോടകം തന്നെ അന്നത്തെ തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന K മുരളീധരൻ ഉന്നയിച്ചു. തൃശ്ശൂർ പൂരം കലക്കാൻ നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥനെ തന്നെ റിപ്പോർട്ട് തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തിയെന്ന വിമർശനമാണ് K മുരളീധരൻ ആവർത്തിക്കുന്നത്. കുറ്റം ചെയ്ത ആളിനെയാണ് റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്തത്. ഒരു വാചകം മാത്രമാണ് കൊടുക്കാതിരുന്നത് നമ്മുടെ ഭാഗ്യത്തിന്. തിരുവമ്പാടി കൃഷ്ണനും പാറമേക്കാവ് ഭഗവതിയും കൂടെ പൂരം മുടക്കിയെന്ന് എഴുതാഞ്ഞത് നമ്മുടെ ഭാഗ്യം. ഏതായാലും തൃശ്ശൂർ പൂരത്തിലെ ഈ അലങ്കോലപ്പെട്ട സംഭവം അത് വലിയ രാഷ്ട്രീയ ആയുധമാക്കി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിക്കഴിഞ്ഞു. കാരണം ADGP RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച, ഈ സംഭവം നടന്നത്, ഇത് കലക്കിയത് തന്നെ അത് മുഖ്യമന്ത്രിക്ക് വേണ്ടി സുരേഷ് ഗോപി BJP സ്ഥാനാർത്ഥിയെ സഹായിക്കാൻ വേണ്ടിയാണെന്ന ആരോപണം പ്രതിപക്ഷം ആവർത്തിക്കുന്നു. അതിനൊപ്പം CPI-യും ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാറും ബാഹ്യ ഇടപെടൽ തൃശ്ശൂർ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന ആരോപണത്തിലും ഉറച്ചു നിൽക്കുന്നുണ്ട്. ഏതായാലും CPI പോലും ഇപ്പോഴും സംസ്ഥാന സർക്കാരിന് ഈ കാര്യത്തിൽ ഒരു നിലപാടിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. പ്രതിപക്ഷത്തിനൊപ്പം CPI-യും ഈ തൃശ്ശൂർ പൂരം കലങ്ങിയ സംഭവത്തിൽ ബാഹ്യ ഇടപെടൽ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നത് സർക്കാരിന് വലിയ പ്രതിസന്ധിയായി മാറുന്നുണ്ട്.